നമ്മളെല്ലാ വർഷം ചെയ്യാറുണ്ട്, കട്ട് ചെയ്യും ഞാൻ. സത്യം പറഞ്ഞത് എന്തിനാണ് എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ല. ഞങ്ങൾ സാധാരണ നോമ്പൊക്കെ ആകുമ്പോഴാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുക, നോമ്പിൻ്റെ മുന്നേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീഡിയോ ഒക്കെ ചെയ്യാനൊരു മോഹം. അങ്ങനെയല്ല, സം റീസൺസ് എനിക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറേ ആയിട്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് എൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ കുറച്ച് 1-2 കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഒരു ഹാപ്പിനെസ്സിലൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ചെറിയ ഷോർട്സൊക്കെ എടുത്തു തുടങ്ങി. വൈ നോട്ട് ഒരു വ്ളോഗായി കൂടാന്ന് തോന്നിയപ്പോൾ സൺഡേയും കൂടിയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയും. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, നമുക്ക് കണ്ടിട്ട് വരാം. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. ഞാനും അമ്മ അടുക്കളയിൽ വർത്താനൊക്കെ പറഞ്ഞ് അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചായ കുടിച്ച ഉടനെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കർക്കിടക മാസം സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനെ ക്ലീനിങ് ചെയ്യുക. സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട്, അതായത് എല്ലാ മുക്കും മൂലയൊക്കെ കഴുകാന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ പൊടി തട്ടി വൃത്തിയാക്കുന്ന സമയമാണ് കേട്ടോ അത്. അപ്പോൾ അച്ഛൻ മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആദ്യം കട്ടിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുമ്പോഴേക്കും ഫാനൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ കളറിലുള്ള ഷീറ്റ്, അത് ഞങ്ങൾ ഇവിടെ നല്ല അണ്ണാൻ്റെ ശല്യമുണ്ട്, അപ്പോൾ അത് കാരണം അവിടെ കെട്ടിയിട്ടുള്ളതാണ്. മഴയായതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർ ബുക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ട് അവിടെ ഇരിക്കുക. അമ്മ കുക്കിങ്ങിലാണ്. ഇത് കഴിഞ്ഞ് വേണം നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യുന്നത് മൊത്തം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എന്നാലും എടുത്തത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പൊടി പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകാട്ടിട്ടുണ്ട്. ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് 5 അവിടെ തേച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ നിറയെ പൊടിയായിരുന്നു. നമ്മളത് ഉപയോഗിക്കുമ്പോൾ അറിയില്ല, അതിങ്ങനെ ഊരിയെടുത്ത് ഓരോ ഭാഗം നോക്കുമ്പോഴാണ് അത്രയും പൊടിയുള്ളത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറയും. പക്ഷേ എല്ലാവരും വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് നടക്കാറില്ല. ഞാനപ്പോൾ റൂമിലെ ഫാന് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല പഴയ വീടും പിന്നെ ഓടൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ അലമാര തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ മുകളിലേക്ക് തുടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ അതിൽ പറയുന്നുണ്ട് കൈ സൂക്ഷിക്കണം, ഡോറിൻ്റെ അവിടെ മുറിഞ്ഞിട്ടുണ്ട്, അത് കൈ കൊള്ളരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ മുകളിലെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അച്ഛൻ സ്റ്റെപ്സൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അമ്മ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പൊടിയുള്ള പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. ഞാൻ ഇടയിൽ വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. കുറേ വീഡിയോസൊന്നും എടുത്തില്ല. കുറേ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ 5 ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. 5 സ്റ്റാൻഡ് നല്ല പണി കൊടുത്തു തോന്നുന്നുണ്ട്. അവിടെ ഇത് മുഴുവൻ അഴിച്ചിട്ടാണ് ചെയ്തായിരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഹാളിലെ മാറലടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ തുടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ പൊടി തട്ടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെല്ലാം ഞാനും അമ്മയും കൂടിയിട്ട് ഹാളിൽ പേപ്പർ വിരിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ ക്ലീനിങ്ങിന് നിന്നു കേട്ടോ. നല്ല പണിയായിരുന്നു. കാരണം പഴയ വീടാണ്, പറഞ്ഞല്ലോ, പുക പോണ ഒരു ഏരിയ അങ്ങനെയൊന്നുമില്ല, പുകക്കുഴലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് തട്ടാൻ നിന്നപ്പോൾ അറിയാം, അവിടെ എത്ര നമുക്ക് ക്ലീൻ ചെയ്താലും അതിൻ്റെ ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് മരലൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അപ്പോഴേക്കും അടുക്കളയുടെ ഒരു സൈഡ് ഭാഗമൊക്കെ മൊത്തം വിൻഡോ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഒരുവിധം സെറ്റാക്കി പാത്രങ്ങളൊക്കെ അടുക്കി സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെച്ചു കേട്ടോ. അടുക്കള ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചു. അതിനിടയിൽ മഴ പെയ്തു. അപ്പോൾ ഉണക്കാൻ വെച്ച പാത്രങ്ങളൊക്കെ അകത്തേക്ക് വെക്കാനുള്ള തിരക്കായി. പിന്നെ സ്റ്റാൻഡൊക്കെ അച്ഛൻ സെറ്റ് ചെയ്ത് തന്നു, ഉണങ്ങിയിട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തലയിൽ എണ്ണ ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം. മുകളിൽ തട്ടുന്ന സമയത്ത് തലയിൽ നിറയെ മാറാല വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കുളി തന്നെ വേണം. അതുകൊണ്ട് നല്ല വൃത്തിക്ക് എണ്ണയൊക്കെ തേച്ച് സെറ്റായി. അതിനിടയിൽ അച്ഛൻ പോയിട്ട് ഞങ്ങൾക്ക് ക്ഷീണം മാറ്റാനായിട്ട് 7up ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. അനിക്കുട്ടി അത് കണ്ടിട്ടുള്ള തുള്ളലിലാണ്. ഇനി നമുക്ക് പോയിട്ട് സൂപ്പറായിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനൊക്കെ അത്യാവശ്യം നല്ല ക്ഷീണിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ അവിടെ ഫുഡൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മത്തിക്കറിയും വറുത്തതും ചീരുപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ചീകി സെറ്റായിട്ട് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ? അടിപൊളി. വയ്യാണ്ടായല്ലേ? വയ്യാതെയായി. 3 മണി വരെ നമ്മൾ നിന്നില്ലേ. സത്യം പറഞ്ഞത് എന്തിനാണ് എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ല. ഞങ്ങൾ സാധാരണ നോമ്പൊക്കെ ആകുമ്പോഴാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുക, നോമ്പിന്റെ മുന്നേ. ഇത് കർക്കിടക മാസം 1-ാം തീയതി ആവുമ്പോഴേക്കും നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ട് എന്താ അതിന്റെ പേരെന്തല്ലേ? കർക്കിടക സംക്രാന്തി എന്ന് പറയും. അതിനാണ് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് പിന്നെ എന്താ പറയാ, പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ അത് കഴിഞ്ഞിട്ട് ശീബോധി വെക്കാന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശീബോധി വെക്കും. പലകയൊക്കെ ഈ ഓരോ പുഷ്പങ്ങളുണ്ട്, അതൊക്കെ പറിച്ചെടുത്തിട്ട് ദശപുഷ്പം, മുക്കുറ്റി, പിന്നെ അതുപോലെ മോശമി, എന്താണ് വേറെ കുറേ എണ്ണുണ്ട്, പേര് കിട്ടുന്നില്ല പറയാൻ. കുറേ ഇപ്പൊ അതൊക്കെ ചെയ്തിട്ട് അതൊക്കെ വെച്ച് നമ്മളെല്ലാ വർഷം ചെയ്യാറുണ്ട് കട്ടയുന്ന. അപ്പോൾ നമ്മള് ഈ ദശപുഷ്പങ്ങൾ വെക്കാന്ന് പറയും. മുക്കുറ്റി, ഉഴിഞ്ഞ, മോശമി, അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അതൊക്കെ വെച്ച് രാവിലെ നേരത്തെ വീട്ടിൽ കുളിച്ച് എല്ലായിടത്തും അടിച്ചൊഴി തുടച്ച് ഈ പലകൊക്കെ തുടച്ച് അതിൻ്റെ മുകളിൽ ഈ പുഷ്പങ്ങളൊക്കെ വെച്ച് വിളക്കൊക്കെ വളർത്തി വെക്കും. അത് ഈ ഒരു മാസം മുഴുവൻ ചെയ്യും. പിന്നെ ഇതിന് രാമായണ മാസമാണ് കർക്കിടക മാസം. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ വയസ്സന്മാരൊക്കെ നമുക്കും ചെയ്യാം, രാമായണം വായിക്കും. എടുത്തിട്ട് ഈ ഒരു മാസം കൊണ്ട് രാമായണം ഫുള്ള് വായിച്ചു കഴിയും. അങ്ങനെയാണ് അതിൻ്റെ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. പക്ഷെ അങ്ങനെയൊന്നും എല്ലാരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവർക്കും ജോലി തിരക്കും പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും പോകേണ്ട കാരണം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെച്ചെങ്കിൽ അവരൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആരുമില്ലല്ലോ. എന്തായാലും വീടൊക്കെ നല്ല വൃത്തിയായി, ക്ലീനായി, സൂപ്പറായി. നീ ശിവോദിക്ക് നേരെ കയറി വരാം. ഇനി പിന്നെ അന്ന് എന്ത് ചെയ്യും? ശിവോദിനെ അന്ന് പൊട്ടീനാട്ടും. എങ്ങനെ പറഞ്ഞിട്ടാട്ടാ? പൊട്ടി അത് നമുക്ക് ഇതില് വേറെ വ്ലോഗിൽ ആഡ് ചെയ്തിട്ടിടാം. ഓക്കെ, അപ്പൊ ടാറ്റ. So I hope you guys have enjoyed my vlog. If so, please like and subscribe my channel. Thank you for watching. Bye bye.